നിവിനാണ്, അവൻ തിരിച്ചു വരും. അന്ന് ഒരു അഭിമുഖത്തിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. അതെ, വർഷങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വന്നു. രണ്ട് നായകന്മാർ നിറഞ്ഞാടുന്ന ഒരു ചിത്രത്തിൽ ഇടവേളയ്ക്ക് ശേഷം മാത്രം വന്ന് സ്കോർ ചെയ്യുക, അയാളുടെ റോൾ ചെയ്യാൻ അയാൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിക്കുക. യെസ്, നിവിൻ പോളി ഈസ് ബാക്ക്. ഒരു കാലത്ത് മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് ചിത്രങ്ങൾക്കപ്പുറം ഇത്രയും ഓളമുണ്ടാക്കിയ മറ്റൊരു യൂത്തനില്ല. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ഒട്ടനവധി ഫിലിം ഫെയർ പുരസ്കാരങ്ങളും. തട്ടത്തിൻ മറയത്ത്, നേരം, ഒരു വടക്കൻ സെൽഫി, പ്രേമം മുതൽ ആക്ഷൻ ഹീറോ ബിജു, ജേക്കബിന്റെ സ്വർഗരാജ്യം, ലവ് ആക്ഷൻ ഡ്രാമ ഉൾപ്പെടെയുള്ള ഒട്ടേറെ സോളോ ഹിറ്റുകൾ. ഒരു കാലത്ത് നിവിൻ പോളി തിയേറ്ററുകളെ ഇളക്കി മറിച്ചു. പിന്നീട് എവിടെയോ അയാൾക്ക് പിഴച്ചു. തുടർച്ചയായ പരാജയങ്ങൾ. താരം മാറി നടനായപ്പോൾ ചിത്രങ്ങൾ തിയേറ്ററുകൾ കാണാതായി. ശരീരത്തിന്റെ ഫിറ്റ്നസ് വെച്ചുള്ള താരതമ്യം, നിരന്തരമായ ബോഡി ഷേമിംഗ്. കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക്? ഒരു കാലത്തെ ഹിറ്റ് നിവിൻ പോളി ഡയലോഗ് തന്നെ എടുത്ത ആളുകൾ ട്രോൾ മഴ തീർത്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ഒരൊറ്റ ചിത്രം, നിതിൻ മോളി എന്ന ഒരൊറ്റ കഥാപാത്രം, തിയേറ്ററുകൾ തൂക്കിയടിച്ചു നിവിൻ പോളി. ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെ നടത്തി അപഹസിച്ചവരോട് പറയാനുള്ളതെല്ലാം അയാൾ കഥാപാത്രത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്.